ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിനോട് യാത്ര പറയാൻ പോവാണ്. ബാംഗ്ലൂരിലെ അവസാനത്തെ ഡേ ആണ് ഇന്നത്തേത്. ഇന്ന് കുറേ പരിപാടികളുണ്ട് കേട്ടോ, കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ആദ്യം തന്നെ കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഓഫീസിൽ പോകണം. അവിടെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യണം. അവരൊക്കെ വെയിറ്റിംഗ് ആണ്, പോകുന്നതിൻ്റെ മുന്നേ ഒന്ന് കാണാൻ. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് വേണം ലാപ്പൊക്കെ എടുത്തിട്ട് സഫയറിൽ പോയിട്ട് ഇതൊക്കെ സബ്മിറ്റ് ചെയ്യണം. ഇന്ന് അതുപോലെ ലാപ്പിൽ തന്നെ ഞങ്ങൾക്കൊരു എക്സിറ്റ് സർവേ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ ഇന്നലത്തെ ചാർട്ട് സബ്മിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനും നിറും കൂടി ഇതാ കല്യാണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിറെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് ആളുടെ ശരിക്കത്തെ പേരെന്താണെന്ന്. നിർലിപ്ത ബെഹ്റ എന്നാണ് ആളെ പേര്. ആൾ ഒറീസക്കാരിയാണ് കേട്ടോ. പിന്നെന്താ പിന്നെ ഞാൻ ആളെ നിറെന്നാണ് വിളിക്കുന്നത്. നിർലിപ്ത എന്നൊക്കെ വിളിക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അപ്പം ഞാൻ ഷോർട്ടാക്കിയിട്ട് നിറെന്നാണ് വിളിക്കുന്നത്. അതുപോലെ നിറിനെയും പിന്നെ സിഞ്ചനയുണ്ട്. ആളെ ഞാൻ സിന്നെന്നാണ് വിളിക്കുന്നത്. നിറിനും സിന്നിനെയൊക്കെ എനിക്ക് കിട്ടിയത് ഇവിടെ നിന്നാണ്. ആദ്യമായിട്ട് ഞാൻ ഈ ഓഫീസിലേക്ക് വരുമ്പം എനിക്ക് ആകെ ടെൻഷനായിരുന്നു. എനിക്കിവിടെ ആരും അറിയണ്ടായിരുന്നില്ല. ITC എന്ന് പറഞ്ഞ ഓഫീസിലായിരുന്നു ആദ്യം. അപ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും നല്ല വൈബായിരുന്നു, എല്ലാ ഫ്രണ്ട്സും എല്ലാവരും കൂടി നല്ല രസമായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ പെട്ട പോലെയായിരുന്നു. നിറു ഒറീസയാണ്, സിന്നാണെങ്കിൽ കർണാടക, ഇവിടെ തന്നെ ചിക്മംഗ്ലൂരായിരുന്നു. അങ്ങനെ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ മൊത്തം നോർത്തിലും അങ്ങനെ കർണാടകയ്ക്ക് ആയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരുന്നു. അപ്പം ആകെ പെട്ട പോലെ ആയിരുന്നു ആദ്യം. പിന്നെ സെറ്റായി കേട്ടോ. പിന്നെ എനിക്ക് മലയാളീസിനേക്കാൾ കംഫർട്ട് ഇവർ തന്നെയായിരുന്നു. ഫസ്റ്റ് ടൈമൊക്കെ ഇവരായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു, ഇവരെ വൈബ് എങ്ങനെയായിരിക്കും. അങ്ങനെ ഞാൻ അങ്ങനെ സംസാരിക്കുന്നില്ലായിരുന്നു, ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പിന്നെ പിന്നെ പതിയെ പതിയെ ഞങ്ങൾ എങ്ങനെ അങ്ങ് സെറ്റായി. ഇപ്പം നിറിന് ഞാനില്ലാണ്ടും പറ്റില്ല, എനിക്ക് നിറില്ലാണ്ടും പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ ഞങ്ങൾ സെറ്റായി നല്ല വൈബടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെയും നിറിനെയും പിടിച്ചിട്ട് വീണ്ടും ITC കൊണ്ടുപോയിട്ടു. സിന്നെ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ വന്നത് സിന്നിനെ കാണാൻ വേണ്ടിയിട്ടാണ്. സിന്നിനെ മാത്രമല്ല കേട്ടോ, ചൈത്ര, പൂജ, അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം എല്ലാവരെയും കാണണം, എല്ലാവരോടും യാത്ര പറയണം. ഇനി ഈ ഓഫീസിലേക്ക് തിരിച്ച് വരുമോയെന്ന് എനിക്കറിയില്ല. തിരിച്ച് വരാൻ ചാൻസ് കുറവാണ്. ഞാനിപ്പോൾ ഇവിടേക്ക് ഈ ഓഫീസിലേക്ക് വരുന്നത് കുറേ കാലത്തിന് ശേഷമാണ്. ഞാനിവിടെ നിന്ന് ITCയിലേക്ക് മാറിയത് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ കുറേ കാലം ഇവിടെ നിന്നതല്ലേ, എല്ലാവരും കൂടി ഒന്നിച്ച് പങ്കിട്ട കുറേ നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യാണ്, ഇവിടുത്തെ കഫ്തീരിയയിൽ ഇരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ച് എല്ലാവരും കൂടി. അത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് പാസ്ട്രിയൊക്കെ കട്ട് ചെയ്തു. ഞങ്ങളിപ്പോൾ കാണുന്നത് തന്നെ കുറേ കാലത്തിന് ശേഷമാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ പോയാൽ ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്തിട്ടില്ല. ഞാനും നിറും കാണാറുണ്ടെന്ന് അല്ലാണ്ട് വേറെ ആരെയും കണ്ടിട്ടില്ല. അപ്പം കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ എല്ലാവരെയും ഇങ്ങനെ വീണ്ടും കാണുമ്പോൾ. അങ്ങനെ സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പം നല്ല ലേറ്റായി ഉണ്ടായിരുന്നു. ഞാനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു ഇവിടെ വന്നിട്ട് ഒരു 1 hour ഇവരൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് പോകണം. എന്നിട്ട് റൂമിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ലാപ്പിൽ കുറച്ച് എക്സിറ്റ് സർവേ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന്. അതൊക്കെ ചെയ്തിട്ട് സഫറിൽ പോയിട്ട് ഒക്കെ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് നാട്ടിലേക്ക് പോകാൻ. അപ്പം ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകുമ്പോഴും കുറച്ച് നേരത്തെ ഇറങ്ങണമല്ലോ. ഇനിയിപ്പം ലാപ്പൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ എത്ര ടൈം എടുക്കുന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ നല്ല ലേറ്റായി. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരുവിധം റൂമിലെത്തി. ഞാൻ പെട്ടെന്ന് എൻ്റെ സാധനങ്ങളും ലാപ്പും സെക്കൻഡ് സ്ക്രീനും ബാഗും ഒക്കെ എടുത്തിട്ട് സഫയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓട്ടോയിൽ തന്നെ ഇരുന്നിട്ട് ലോഗിൻ ചെയ്ത് കണ്ട് എക്സിറ്റ് സർവേ ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ എൻ്റെ TL വിളിച്ചിട്ട് ഓരോന്ന് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. അത് ഇത് അയക്കുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം ചെയ്ത് തീർത്ത് ഇപ്പോൾ റൂമിലേക്ക് പോവാണ്. എല്ലാം സബ്മിറ്റ് ചെയ്തു. ലാപ്പും ടാഗും സെക്കൻഡ് സ്ക്രീനും അവർ തന്ന ബാഗും വാച്ചും ഹെഡ്സെറ്റ് അങ്ങനെ എല്ലാം അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. കുറച്ച് കാലമായിട്ട് ഊണിലും ഉറക്കത്തിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതായിരുന്നു ആ ലാപ്പ്. കിടക്കാൻ പോകുമ്പോൾ അവസാനമായിട്ട് കാണുന്നതും ലാപ്പായിരിക്കും. ഉറങ്ങി എഴുന്നേറ്റ് ഫസ്റ്റ് കാണുന്നതും ആ ലാപ്പ് തന്നെയായിരിക്കും.
അങ്ങനെ കുറച്ച് കാലമായിട്ട് ആ ഒരു റൊട്ടീനിൽ ജീവിച്ചിട്ട് എല്ലാം തിരിച്ചു കൊടുത്ത് വരുമ്പോൾ ഒരു സങ്കടമായിരുന്നു. ഈ ബാംഗ്ലൂരിനോട് യാത്ര പറയുന്ന ഈ മൊമെൻ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനേക്കാൾ സങ്കടമായിരുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ റൂമിലെത്തുമ്പോഴത്തേക്ക് ഇവർ കാറിലൊക്കെ എല്ലാ സാധനവും കയറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റൂമൊക്കെ ഞാൻ കണ്ടപ്പോഴേ ഞെട്ടി കേട്ടോ. ഞാൻ പോകുമ്പം ഇവിടെ മൊത്തം ഒരു മെസ്സി ടൈപ്പിലായിരുന്നു. ആകെ സാധനങ്ങൾ നിറഞ്ഞ് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പായി കിടക്കായിരുന്നു. റൂം വന്ന് പെട്ടെന്ന് തുറന്നപ്പോൾ ഞാനാകെ ഞെട്ടി. ഒരു സാധനം ഉണ്ടായിരുന്നില്ല. എല്ലാം ഒഴിച്ചൊക്കെ ഞങ്ങൾ മൊത്തം ക്ലീൻ ചെയ്ത് കേട്ടോ പോകുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ഈ റൂമിലേക്ക് വരുമ്പോൾ പോലും ഇത്രയും നീറ്റായിരുന്നില്ല. അന്നും ഇതുപോലെ കുറച്ച് മെസ്സി ആയിട്ടൊക്കെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇവിടേക്ക് വന്നതിന് ശേഷമാണ് ഇവർ റൂം ക്ലീൻ ചെയ്ത് തന്നത്. അപ്പോൾ അപ്പം പോലും ഇത്രയും ക്ലീൻ ആയിട്ട് ഞാൻ ഈ റൂം കണ്ടിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഞങ്ങൾ ഈ റൂം അവർക്ക് തിരിച്ചു കൊടുക്കുന്നത്. എനിക്ക് ഈ റൂമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയും ആഗ്രഹിച്ചെടുത്ത റൂമല്ലേ. ഒരുപാട് നല്ല ഓർമ്മകളുള്ള എൻ്റെ ഒരു സാമ്രാജ്യമായിരുന്നു. അപ്പം എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ബാക്കി വെച്ച് ഞാൻ ഈ റൂമിനോടും ഈ നാടിനോടും വിട പറയാൻ പോവുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഇവിടേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഞാൻ ശരിക്കും മിസ് ചെയ്യും കേട്ടോ ഈ ബാംഗ്ലൂർ ലൈഫ്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ കാറിൻ്റെ ബാക്കിൽ കയറ്റി. ഇനി ആ റൂമിൽ ഒന്നും ഞങ്ങൾ ബാക്കി വെച്ചിട്ടില്ല. ആകെ ബാക്കി വെച്ചത് ഒരു പൊട്ടിയ ചെയറാണ്. അതല്ലാണ്ട് വേറെ ഒരു സാധനം അവിടെ ബാക്കി വെച്ചിട്ടില്ല. എല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ ഗ്യാസിൻ സിലിണ്ടർ അടക്കം ഞങ്ങൾ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ആ റൂമിൽ നിന്ന് ഞങ്ങൾ പോരുമ്പോൾ റൂമിൻ്റെ ഓണർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ട് വരുമ്പം ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നോ ഇവിടുത്തെ ലൈഫെന്ന് ചോദിച്ചാൽ കുറേയൊക്കെ അങ്ങനെ ആയിരുന്നു. കുറേ ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും ആയിരുന്നില്ല നടന്നത്. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നു. കുറേ മാറ്റങ്ങൾ വന്നു. മൊത്തത്തിൽ നല്ലതായിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈ ബാംഗ്ലൂർ ലൈഫ് എൻ്റെ എന്താ പറയുക, വലിയൊരു പാഠപുസ്തകം തന്നെയായിരുന്നു. കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇവിടെ റൂം എടുത്ത് നിൽക്കുമ്പോഴാണ് ശരിക്കും ഒരു വീട്ടിലുള്ള ചിലവുകളൊക്കെ എന്തോരാണെന്ന് ഞാൻ അറിഞ്ഞത്. കറണ്ട് ബില്ല്, വൈഫൈൻ്റെ ബില്ല്, അതല്ലാണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത്, വാട്ടറിൻ്റെ ബില്ല്, അങ്ങനെ തുടങ്ങി എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത് ഒരു വീട്ടിലേക്ക് നമ്മളറിയാത്ത കുറേ ചിലവുകൾ വരുന്നുണ്ടെന്നും. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെ നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ ബാലൻസ് ചെയ്യണം. പിന്നെ ഫിനാൻഷ്യൽ അത് മാത്രമല്ല കേട്ടോ പഠിച്ചത്. കുറേയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയി. പിന്നെന്താ, കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇവിടെ വന്നേരാണ് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നത്. അല്ലാണ്ട് പോവാറില്ലെന്നല്ല, നമ്മളിപ്പോൾ കോളേജ് സ്കൂളിലേക്ക് അങ്ങനെ പോകുന്നല്ലാണ്ട് ഇപ്പോൾ കുറേ ലോങ് പോവുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനെ പോകാൻ തുടങ്ങുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിലെ അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ എൻ്റെ കൂടെ പുറത്തേക്ക് വരുമ്പം അവർക്ക് തന്നെ ഒരു ധൈര്യമാണ്. എൻ്റെ കൂടെ വന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സെറ്റാക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക, ഒരു ടോക്കൺ ഓഫ് പ്ലസ് പോയിൻറ്റിൽ പെടുന്നതാണത്. പിന്നെ ഇപ്പം എനിക്കും ഉള്ളിൽ എവിടെയോ ഒരു കോൺഫിഡൻ്റ് ഉണ്ട്. ഇനിയിപ്പം എവിടെ ചെന്നാലും കഷ്ടപ്പെടില്ല, അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആവാനും അവിടെ ജീവിക്കാനൊക്കെ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇപ്പം ലാംഗ്വേജ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, അല്ലാണ്ട് നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്തും ആയിക്കോട്ടെ, അതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ നേടി, ഒരുപാട് നഷ്ടങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം തന്നൊരു നഗരമാണ് ബാംഗ്ലൂർ. ഇവരൊക്കെ റൂമിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ രാവിലെ ചായ കുടിച്ചാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് പൂരിയൊക്കെ കഴിച്ചു. ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പം എല്ലാവർക്കും ഒരു സങ്കടം സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം ഇവരാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർ ഇപ്പോൾ വന്ന് നിൽക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പോന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരു ലൈഫ് എല്ലാവരും എൻജോയ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അതെല്ലാവരും മിസ് ചെയ്യും. പിന്നെ ഞാൻ നാട്ടിലേക്ക് വരുന്നതിൻ്റെ സന്തോഷം അത് ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. ഇതുവരെ നാട്ടിലേക്ക് പോകുമ്പം 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ മാക്സിമം 2 ആഴ്ച, ഒരാഴ്ച അങ്ങനെയൊക്കെയല്ലേ നിൽക്കാറ്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ഇനിയിപ്പോൾ അതില്ല. അത് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ വരും, കുറച്ച് നാട്ടിൽ നിന്നിട്ട് തിരിച്ച് ബാംഗ്ലൂരേക്ക് വരണമെന്ന് തന്നെയാണ്. അങ്ങനെ അതാ നൈറ്റായി. ഞങ്ങൾ ഫോറസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ആമിൻതാത്തിൻ്റെ കടയിൽ കയറി നല്ല പൊറാട്ടയും ബീഫും ചിക്കനും എല്ലാം കൂട്ടി അങ്ങ് കഴിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞങ്ങൾ ഈ റൂട്ടിൽ എവിടെ പോവുകയാണെങ്കിലും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കൽ അത് നിർബന്ധമാണ്. എന്താ അറിയില്ല, ഞങ്ങൾക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പം ആ ഹോട്ടലിൻ്റെ മുന്നിലായിട്ട് കുറേ മാനുകൾ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ആ മാനിനെയൊക്കെ നോക്കി നിന്നു. ഇതുവരെ എല്ലാവരും ഉറക്കത്തിലായിരുന്നു, യൂസൊക്കെ ഉറങ്ങായിരുന്നു. പിന്നെ നൈറ്റും ആയതുകൊണ്ട് ഞങ്ങൾ ഫോറസ്റ്റിലൂടെ വരുമ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനും കണ്ടില്ല. ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ആന ഉണ്ടായിരുന്നു സൈഡിലൊക്കെ. പക്ഷെ രാത്രി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വ്യൂ കിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇവനാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആനേനെയൊന്നും കാണുമ്പോൾ. പിന്നെ ഇവിടെ എത്തി ഇങ്ങനെ കുറേ ആനനെ കണ്ടപ്പോഴാണ് ആളും ഹാപ്പി ആയത്. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ്. ഇന്നലെ നൈറ്റ് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയത്. ഇതാ ഞങ്ങൾ സാധനമൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ നിരത്തിയിട്ടതിൻ്റെയാണ് കാണുന്നത്. ഇനിയിപ്പം ഇതിനെയൊക്കെ സെറ്റ് ചെയ്യണം. എൻ്റെ സാധനങ്ങൾ മൊത്തം ആവശ്യമുള്ളതും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ കൂടിക്കുഴഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാ സാധനത്തിനെയും മാറ്റി സെറ്റ് ചെയ്തെടുക്കണം ഇനി. അങ്ങനെ ഇനിയിപ്പോൾ ബാംഗ്ലൂരിലെ വീഡിയോസ് ഇല്ല, വിശേഷങ്ങളില്ല, ഒന്നുമില്ല. ഇനി നമുക്ക് നാട്ടിലെ കുറേ വിശേഷങ്ങൾ കാണാം. നാട്ടിലെ പുതിയ ജോബ് ഒക്കെ എങ്ങനെയായിരിക്കുന്നു നോക്കാം. അങ്ങനെ 2 വർഷത്തിന് ശേഷം വീണ്ടും നാട്ടിലെ ലൈഫ്, നാട്ടിലെ വിശേഷങ്ങളും കാണാം.